ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വായിക്കാം. നഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം വായിക്കാം. യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുമുള്ളവൻ, അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട്. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട്. ചുഴലിക്കാറ്റുകൾ, കൊടുങ്കാറ്റുകൾ, എല്ലാ കാലങ്ങളിലും പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രകൃതിക്ഷോഭങ്ങൾ അത് മനുഷ്യന് തീർക്കാൻ സാധിക്കുന്നതല്ല. മനുഷ്യന് അതിന് മുൻകൂട്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കൊടുങ്കാറ്റിനെ ഒതുക്കാനോ മാറ്റാനോ സാധിക്കുകയില്ല. കൊടുങ്കാറ്റുകളുണ്ട്. എന്നാൽ ഇവിടെ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഓരോ കൊടുങ്കാറ്റിൻ്റെയും ചുഴലിക്കാറ്റിൻ്റെയും പിന്നിൽ ദൈവത്തിൻ്റെ വഴിയുണ്ടായി എന്നാണ്. നഷ്ടത്തിനും കഷ്ടത്തിനുമാണ് കൊടുങ്കാറ്റുണ്ടാകുന്നത്. ദുരിതങ്ങളാണ് വിതയ്ക്കുന്നത്. യാതനയും വേദനയുമാണ് ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ചില അവസരങ്ങളിൽ ആളുകൾക്ക് പോലും മരണം സംഭവിക്കാറുണ്ട്. നഷ്ടം തന്നെയാണ്, കഷ്ടമാണ്. പക്ഷേ അതിലെല്ലാം ദൈവത്തിൻ്റെ വഴിയുണ്ട് എന്നാണ് പ്രവാചകൻ പറയുന്നത്. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ പ്രകൃതിയിലുള്ളതായ കൊടുങ്കാറ്റല്ല, മാനസികമായ രീതിയിൽ നാം വലയുന്നതായ കൊടുങ്കാറ്റുകളുണ്ട്. നാം വിഷമിക്കുന്നതായ കൊടുങ്കാറ്റുകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നനച്ചു ചെയ്യാതെ വരുന്നതായ രോഗമായിരിക്കാം, അതൊരു കൊടുങ്കാറ്റാണ്. ചിലപ്പോൾ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടവർ വിട്ടുപോകുന്നതായിരിക്കാം, മരിച്ചു പോകുന്നതായിരിക്കാം, അതൊരു കൊടുങ്കാറ്റാണ്. അതുപോലെ തന്നെയുള്ള കൊടുങ്കാറ്റാണ് നമ്മുടെ പരീക്ഷയിൽ വരുന്ന തോൽവികൾ. ജോലി ഉണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുന്നു, അതൊരു കൊടുങ്കാറ്റാണ്. ഒരു വിവാഹ ജീവിതം നല്ലതുപോലെ ആരംഭിച്ചു, പക്ഷേ അധികം താമസിയാതെ വേർപിരിയേണ്ടി വരുന്നു, ഡൈവോഴ്സ് നടക്കുന്നു, അതൊരു കൊടുങ്കാറ്റാണ്. കൊടുങ്കാറ്റിൽപ്പെട്ട ആടി ഉലയുന്ന ജനമാണ് നാം ഓരോരുത്തരും. ഓരോ തരത്തിലുള്ള കൊടുങ്കാറ്റാണെന്നേ ഉള്ളൂ. ഓരോ തരത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് തരം കൊടുങ്കാറ്റാണ് ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഉലച്ചുകൊണ്ടിരിക്കുന്നത് ഏത് കൊടുങ്കാറ്റാണ്? നിങ്ങളുടെ ജീവിതത്തെ തകർത്തു വായുന്ന കൊടുങ്കാറ്റ് ഏതാണ്? നിങ്ങൾക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്ന കൊടുങ്കാറ്റ് ഏതാണ്? ഏതാണ് നിങ്ങൾക്ക് നഷ്ടം വരുത്തുന്നത്, കഷ്ടം വരുത്തുന്നത്? ചിന്തിക്കുമ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, എൻ്റെ ദൈവമേ, കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞ ഈ ലോക ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകേണ്ടു എന്ന് നാം ഒഴലുകയും ചെയ്യുന്നത്, വിഷമിക്കുന്നു നാം. ഓരോരുത്തരും അങ്ങനെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സുഖമായി സമർത്ഥമായി ജീവിക്കുന്നവരാരും ഉണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാ സമർത്ഥമാണ് തോന്നിയാൽ പോലും അവിടെയും ഉണ്ട് കൊടുങ്കാറ്റുകൾ. വളരെ നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളുള്ള വീടുകളിൽ കൊടുങ്കാറ്റുണ്ട്. ഭാര്യയും ഭർത്താവും നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, പക്ഷേ വീട്ടിൽ കൊടുങ്കാറ്റാണ്. രണ്ടുപേരും പക്ഷേ ജോലി ഉണ്ടായിരിക്കും, അധ്യാപകരായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി ഉണ്ടായിരിക്കും, പക്ഷേ വീട്ടിൽ കൊടുങ്കാറ്റാണ്. കാരണം മറ്റൊന്നുമല്ല, ഭർത്താവിന് സംശയരോഗം. അതൊരു വലിയ കെടുതിയാണ്. ഭാര്യയെക്കുറിച്ച് എപ്പോഴും സംശയമാണ്. ഭാര്യയുടെ ജീവിതത്തിലെ തെറ്റുകൾ സംഭവിക്കുന്നു, അല്ലെങ്കിൽ അരുതാത്തതായ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാകുകയാണ്. വാസ്തവം അങ്ങനെയൊന്നും ഇല്ല, അവൾ നിരപരാധിയാണ്. പക്ഷേ എങ്കിലും ഭർത്താവിനങ്ങ് തോന്നുന്നു, അതൊരു കൊടുങ്കാറ്റാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഓരോന്നോരോന്ന് നോക്കൂ, കാണാം നിങ്ങളുടെ തന്നെ ജീവിതത്തിൽ ചിലപ്പോഴെല്ലാം കൊടുങ്കാറ്റ് ഊതിയ അനുഭവങ്ങൾ നിങ്ങൾക്ക് പറയാൻ കാണും. നിങ്ങൾ വിഷമിച്ച സന്ദർഭങ്ങൾ, ആകുലങ്ങളും അവലാദികളുമായി വലയുന്നതായ സന്ദർഭങ്ങൾ. ദൈവത്തിന് സ്തോത്രം. കൊടുങ്കാറ്റുണ്ടാകുമ്പോൾ നാം അതിനെ നേരിടുന്ന സമയത്ത് ഒരു കാര്യം ഓർക്കണം, യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ട് എന്ന്. ദൈവത്തിൻ്റെ വഴിയുണ്ട് അതിൽ. ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തു പടകിൽ യാത്ര ചെയ്യുകയായിരുന്നു, ശിഷ്യന്മാരുമുണ്ട്. ഗനേസരത്ത് തടാകത്തിൻ്റെ ഒരു അറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് പോവുകയായിരുന്നു. ഏതാണ്ട് 20 നാഴി ദൂരം ഉണ്ടായിരുന്നു. പക്ഷേ ആ 20 നാഴി ദൂരം നടുക്കടലിലെത്തിയപ്പോഴേക്കും ഭയങ്കരമായി കൊടുങ്കാറ്റ്. ഗലീലക്കടലിൽ അല്ലെങ്കിൽ ഗനേസരത്ത് തടാകം രണ്ടും ഒന്ന് തന്നെയാണ്. അവിടെ തീബരിയാസ് കടലെന്നും ഗനേസരത്ത് തടാകമെന്നും ഗലീല കടലെന്ന് പറയുന്നതെല്ലാം ഒരേ ഒരു തടാകത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. ഈ ഗലീല കടലിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് കൊടുങ്കാറ്റ് ഊതും. അതുകൊണ്ട് വള്ളത്തിൽ പോകുന്നവർ, പടകെന്ന് പറയുന്നത് വള്ളം പോലുള്ളൊരു സാധാരണ വാഹനം എന്ന് വിചാരിച്ചാൽ മതി.
പടകിൽ പോകുമ്പോൾ പലപ്പോഴും കൊടുങ്കാറ്റുണ്ടാകുമ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോകുന്നു. അന്നൊരു ദിവസം കർത്താവ് ക്ഷീണിതനായി അവിടെ അമരത്ത് തലയണ വെച്ച് കിടക്കുകയായിരുന്നു, ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ കർത്താവിനെ ഉണർത്തുണ്ടായെന്ന് വിചാരിച്ചു. കാരണം എങ്ങനെ ഇതങ്ങ് തീർന്നാൽ മതിയല്ലോ, കൊടുങ്കാറ്റ് തീർന്നാൽ സുഖമായിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. നടുക്കടലിലായി, പെരുവെള്ളത്തിലായി. ആ സമയത്ത് കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ പടക് ആടി ഉലയുന്നു. ശിഷ്യന്മാർ അമ്പരുന്നു. എന്തു വേണ്ടു? അവർ ആഞ്ഞു തുഴയുന്നുണ്ട്. പക്ഷേ ആ പടക് ഒരു ഇഞ്ച് മുന്നോട്ട് നീങ്ങുന്നില്ല. നടുക്കടലിൽ വട്ടം കറങ്ങുകയാണ്. അവരമ്പരപ്പിലായി. വശമില്ലാതെ വന്നപ്പോൾ, വേറെ പോംവഴി എന്ന് വന്നപ്പോൾ അവർ കർത്താവിനെ വിളിച്ചു. നാഥ, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. നാഥ, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു പറഞ്ഞ് യേശുവിനെ ഉണർത്തി. യേശു എഴുന്നേറ്റു. പടക് ആടി ഉലയുന്നു, കടലിളകി മറിയുന്നു, തിരമാലകൾ തള്ളി കയറുന്നു. കർത്താവ് എഴുന്നേറ്റ് നിന്നു. കർത്താവ് ഇരു കൈ ഉയർത്തി. അടങ്ങുക, അനങ്ങാതിരിക്കുക, ശാന്തമാകുക. എന്തൊരത്ഭുതം! കടൽ ഉടനെ ശാന്തമായി. നിത്യനായ ദൈവം, സൃഷ്ടാവായ ദൈവം, എല്ലാ പ്രകൃതി ശക്തികളെയും നിയന്ത്രിക്കാൻ ശക്തനായ ദൈവം അവിടുന്ന് കരമുയർത്തി. അപ്പോൾ കൊടുങ്കാറ്റ് അമർന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നെ പടക് മുന്നോട്ട് സുഖമായി പോയി അക്കരയ്ക്ക് ചെല്ലുകയും ചെയ്തു. തക്ക സമയത്ത് കർത്താവ് ആ പടകിലുണ്ടായിരുന്നു. അത് വലിയ ഭാഗ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പടകിലുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഉണ്ടെങ്കിൽ തക്ക സമയത്ത് കർത്താവ് എഴുന്നേൽക്കും. കർത്താവ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കും. നമ്മുടെ ദുരിതങ്ങൾ മാറ്റുകയും നമുക്ക് സമാധാനം തരികയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഏതെല്ലാം തരത്തിലുള്ളതായി കൊടുങ്കാറ്റുകളാണെങ്കിലും അതിൻ്റെ മധ്യത്തിൽ ഒരു ശാന്തതയും സമാധാനവും കർത്താവ് നമുക്ക് തരും. നിങ്ങൾ അനേകം പേര് ഇന്ന് കൊടുങ്കാറ്റിൽ വലയുന്നവരുണ്ടായിരിക്കും. എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ. നിങ്ങൾ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ യേശുവിനോട് പറയണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കൊടുങ്കാറ്റുകളുണ്ട്. ഞാൻ ഒട്ടേറെ യാതനകൾ സഹിച്ച മനുഷ്യനാണ്, ഒട്ടേറെ ദുരിതങ്ങൾ സഹിച്ച മനുഷ്യനാണ്. എൻ്റെ കർത്താവേ, ഈ കൊടുങ്കാറ്റിനെ അമർത്താൻ നീ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എത്രയോ പ്രശ്നങ്ങളാണ് ഓരോരുത്തർക്കുള്ളത്, എന്തുമാത്രം ദുരിതങ്ങളാണ് ഓരോരുത്തർക്കുള്ളത്. ചില അവിചാരിതമായി വരുന്നതായ നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, ബിസിനസ്സിൽ തോൽവികൾ, ജോലിയുള്ളതായ പ്രതിസന്ധികൾ, എന്തെല്ലാമാണ് ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് എന്താണ് പരിഹാരം? പരിഹാരം ഒന്നേ ഉള്ളൂ. വളരെ ലളിതമാണ്. നമ്മുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെ അമർത്താൻ ശക്തനായ കർത്താവായ യേശു ക്രിസ്തുവിനെ വിളിക്കുക. യേശുവേ, നീ ഈ പടകിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക്, ഈ പടകിലേക്ക് നീ എഴുന്നള്ളി വരണമേ. യേശു വന്നാൽ മതി, പ്രശ്നം തീരും. യേശു എഴുന്നേറ്റ് നിന്നാൽ മതി, എല്ലാം സമാധാനമായി തീരും. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ വരുന്നതായി കൊടുങ്കാറ്റിന് മുമ്പിൽ പതറി നിൽക്കേണ്ട ആവശ്യമില്ല. കൊടുങ്കാറ്റുകൾ വരുമ്പോൾ നിങ്ങൾ ഭാരപ്പെട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ യേശു ക്രിസ്തുവിനെ വിളിച്ചാൽ മാത്രം മതി. യേശു ക്രിസ്തു ജീവിതത്തിലേക്ക് വന്നാൽ മാത്രം മതി. എനിക്ക് 17 വയസ്സുള്ളപ്പോഴാണ് ക്രിസ്തു എൻ്റെ ഹൃദയത്തിലേക്ക് വന്നത്. ഞാൻ സഭ മാറിയില്ല, സമുദായം മാറിയില്ല, പള്ളി മാറിയില്ല, അതൊക്കെ അങ്ങനെ തന്നെ. പക്ഷേ എൻ്റെ ഹൃദയത്തിലേക്ക് യേശു ക്രിസ്തു കടന്നു വന്നത് എൻ്റെ 17ാമത്തെ വയസ്സിലാണ്. 17ാമത്തെ വയസ്സിൽ യേശു ക്രിസ്തു എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പ് കിട്ടി. കാരണം വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അത്ഭുതത്തോടെ ഓർത്തു, എൻ്റെ കർത്താവേ, എൻ്റെ കാര്യമാണല്ലോ ഈ പറയുന്നതെന്ന്. ഈ പറയുന്നത് എൻ്റെ സ്വന്തം കാര്യമാണല്ലോ ഈ പ്രസംഗൻ പറയുന്നതെന്ന്. ഞങ്ങളുടെ പള്ളിയിൽ ഒരു അനുഗ്രഹീതനായ സുവിശേഷം വന്ന് പ്രസംഗിക്കുകയായിരുന്നു. അദ്ദേഹം പിന്നീട് ആ പള്ളിയിൽ വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് അദ്ദേഹത്തെ നല്ല ഓർമ്മ കിട്ടുന്നില്ല. ഒരാൾ വന്ന് പ്രസംഗിച്ചെന്ന് മാത്രമേ എനിക്കറിയാവൂ. അന്ന് അദ്ദേഹം പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തു എന്തൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ടെന്ന്. ഏതോ ഞാൻ അറിയാത്ത വിധത്തിലുള്ളൊരു സമാധാനം കിട്ടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഏതോ ഒരു സമാധാനം, ഒരു സ്വസ്ഥത, ഹൃദയത്തിന് ശാന്തത കിട്ടി. അതുവരെയും എന്നും ദുഃഖിച്ചും മ്ലാനവതനായും ഭാരപ്പെട്ടും ആകുലപ്പെട്ടും അപരാധി കൊണ്ടും ഒന്നുമാറി ദുരിതങ്ങളായി വലഞ്ഞിരുന്ന എൻ്റെ ഹൃദയത്തിൽ ഒരു സമാധാനം കിട്ടി. ആ സമാധാനം കിട്ടിയതോടുകൂടി കാര്യങ്ങളെല്ലാം അത്ഭുതകരമായിട്ട് നേരെ തിരിഞ്ഞു. എല്ലാം എൻ്റെ വിദ്യാഭ്യാസം മുടങ്ങിപ്പോയിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിത്തം കഴിഞ്ഞ് വിദ്യാഭ്യാസം മുടങ്ങിയിരുന്നു. പക്ഷേ വിദ്യാഭ്യാസം പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ജീവിതത്തിൽ ജീവിച്ച് മുമ്പോട്ട് പോകുവാനുള്ളതായ വഴികൾ കർത്താവ് തെളിച്ചു തന്നു.
ഓരോന്നോരോന്ന്. ഒരു അത്ഭുത പുരുഷൻ എൻ്റെ ഹൃദയത്തിൽ കടന്നു വന്നിരുന്നു. സ്തോത്രം. ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഇന്ന് ഈ വചനങ്ങളെ കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശുക്രിസ്തു വരട്ടെ എന്ന്, നിങ്ങൾ കൊടുങ്കാറ്റുകളെ കർത്താവ് ശാന്തമാക്കി തരട്ടെ എന്ന്, നിനച്ചിരിയാതെ വരുന്നതായി ആപത്തുകൾ കർത്താവ് ഒന്ന് ശാന്തമാക്കി തരട്ടെ എന്ന്. പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമായി വലയുന്ന നിങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തു വന്ന് പ്രവർത്തിക്കട്ടെ, യേശുക്രിസ്തു പ്രവർത്തിക്കാൻ നിങ്ങൾ ഇടം കൊടുക്കുക. നിങ്ങൾ കർത്താവിനെ വിളിക്കുക, യേശുവെ രക്ഷിക്കണമേ, കർത്താവെ എഴുന്നേൽക്കണമേ, യഹോവയെ എഴുന്നേൽക്കണമേ, നിൻ്റെ ഭുജബലം ഉണർത്തി ഞങ്ങൾ രക്ഷയ്ക്കായി വരേണമേ. വിളിക്കണം, കർത്താവെ നിൻ്റെ ഭുജബലം ഉണർത്തി എൻ്റെ രക്ഷയ്ക്കായി വരേണമേ. ദൈവത്തിൻ്റെ കൈ നിങ്ങളുടെ അടുക്കലേക്ക് വന്നാൽ, ദൈവത്തിൻ്റെ കരം നിങ്ങളെ തൊട്ടാൽ എല്ലാം ശരിയാകും. ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ഓർത്തു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിലുള്ളതായ പ്രയാസങ്ങൾ, ഭാരങ്ങൾ, ആകുലങ്ങളെല്ലാം ഒന്നൊന്നായി നിങ്ങളിൽ നിന്ന് അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെക്കുറിച്ച് വേദനപ്പെടുന്ന ആളുകളുണ്ട്, മക്കളെക്കുറിച്ച് മദ്യപാനം കൊണ്ട് വീർപ്പ് മുട്ടുന്നതായ ആളുകളുണ്ട്. എങ്ങനെ മാറിയാൽ മതി എന്നുണ്ട്, ഈ മദ്യപാനം വേണ്ട വേണ്ട എന്നുണ്ട്, പക്ഷേ മാറിക്കിട്ടുന്നില്ല, വിടാൻ പറ്റുന്നില്ല. മദ്യപാനം വിടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ മദ്യപാനം വിടാൻ സാധിക്കുന്നില്ല. ദുശ്ശീലങ്ങൾ വലുതുകൊണ്ട് അത് വിടാൻ സാധിക്കുന്നില്ല. വാസ്തവമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ മദ്യപാനം മാറണമെന്ന്. ഇങ്ങനെയുള്ള ഭയങ്കരമായ കൊടുങ്കാറ്റുകളുടെ മധ്യത്തിൽ, ചുഴലിക്കാറ്റുകളുടെ മധ്യത്തിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, യേശുവിനെ വിളിക്കാം. അധികാരമുള്ളവനായ ക്രിസ്തുവിനെ നിങ്ങൾക്ക് വിളിക്കാം. സർവാധികാരവും കൈയാളുന്ന ക്രിസ്തുവിനെ നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾക്ക് പറയാം, കർത്താവേ എൻ്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകളുണ്ട്, ജീവിതത്തിൽ ചുഴലിക്കാറ്റുകളുണ്ട്, മനസ്സിന് സമാധാനമില്ല കർത്താവേ, സ്വസ്ഥതയില്ല, എങ്ങനെ മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയാൻ പാടില്ല, വലിയ കടമാണോ എന്ന് കയറിയിരിക്കുന്നത്, ഈ കടം എനിക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല, ഇത് വിട്ടാൻ ഒരു മാർഗവും കാണുന്നില്ല, ഞാൻ എങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കും? കർത്താവേ ഈ കൊടുങ്കാറ്റ് നാഥ നീ എന്നെ ഒന്ന് രക്ഷിക്കണം. ദൈവത്തിന് സ്തോത്രം. അനേകർ ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് അനേകർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത്. വലിയ പെരിയ കടം കൊടുത്തു തീർക്കാൻ മാർഗമില്ല. ആ കടം രൂപ കിട്ടേണ്ടവൻ ഒരു ദിവസമല്ല 2 ദിവസമല്ല, അനേക ദിവസങ്ങളൊന്നും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, വേഗം ഞങ്ങളുടെ രൂപ തരിക എന്ന്. കൊടുക്കാൻ മാർഗമില്ല. ഉള്ളത് കുറച്ച് ഭൂമിയുള്ളത് വേണമെങ്കിൽ വിൽക്കാമായിരുന്നു, ഭൂമിക്ക് വിലയില്ല, ആരും വാങ്ങാനുമില്ല. എന്തു വേണ്ടു എന്നാൽ മരിച്ചേക്കാം, ചത്തുപോയേക്കാം, ആത്മഹത്യയിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. വലിയ ഘോരമായ അബദ്ധമാണത്, ഭയങ്കരമായ അബദ്ധമാണ്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. കാരണം ദൈവം നമുക്ക് തന്ന ആയുസ് നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. ദൈവം തന്ന ആയുസ്സാണ്, അത് നശിപ്പിച്ചാൽ കഠിനമായ ശിക്ഷ വരും നമുക്ക്. ദൈവം തന്ന ആരോഗ്യമാണ്, ദൈവം തന്ന ശരീരമാണ്. ഈ ശരീരം, ഈ ആളത്വം അത് ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവം തന്ന ദാനം. ഈ ദാനം കളയാൻ നമുക്ക് അവകാശമില്ല. അതുകൊണ്ട് ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. ഒരു കാരണവശാലും എന്ത് നഷ്ടം വന്നാലും ശരി, ആത്മഹത്യ എന്ന് പറയുന്ന കാര്യം ചിന്തിക്കരുത്. ഇങ്ങനെ ജീവിതത്തിൽ ഓരോ പ്രയാസങ്ങളിൽപ്പെട്ട് നിങ്ങൾ വലയുമ്പോൾ നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ ഞാൻ നിൻ്റെ കൈപ്പണിയല്ലേ? ചോദിക്കണം, നിങ്ങൾ തനിയായിരുന്നു ചോദിക്കണം. ഞാൻ നിൻ്റെ കൈപ്പണിയല്ലേ? ഞാൻ നിൻ്റെ സൃഷ്ടിയല്ലേ? നീയല്ലേ എന്നെ മെനഞ്ഞത്? നീയല്ലേ ഈ ഭൂമിയിലേക്ക് എന്നെ കൊണ്ടുവന്നത്? നാഥ ഞാനിപ്പോൾ വലയുകയാണ്, ഒരു എത്തും പിടിയും കിട്ടുന്നില്ല, മുന്നോട്ട് ചോട് വയ്ക്കാൻ സാധിക്കുന്നില്ല, ഞാൻ വിഷമിക്കുകയാണ് കർത്താവേ, നിനക്കറിയാമല്ലോ, ഞാൻ പറയാതെ നിനക്കറിയാമല്ലോ, ഞാൻ വിഷമിക്കുകയാണ് കർത്താവേ. എൻ്റെ കുടുംബത്തിൽ സ്വസ്ഥതയില്ല, എൻ്റെ മക്കളുടെ കാര്യത്തിൽ എനിക്ക് വലിയ വിഷാദമുണ്ട്, എൻ്റെ കുടുംബത്തിലാകെ അസ്വസ്ഥതയാണ്, മരുമോളും അമ്മയമ്മയും തമ്മിലുള്ളതായ പിണക്കം കൊണ്ട് കുടുംബത്തിലെ സന്തോഷമെല്ലാം പോയിരിക്കുകയാണ്. പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസം മൂലം, ഒരു കുടുംബത്തിൽ തന്നെയുള്ള അഭിപ്രായ വ്യത്യാസം മൂലം പലരും പല ചിന്താഗതികളിലൂടെ ഇരിക്കുന്നതുകൊണ്ട് ആകെ കുടുംബം അസ്വസ്ഥമായിരിക്കുകയാണ്, കലങ്ങി മറിയുകയാണ്. കർത്താവ് ഈ അവസ്ഥയിൽ ഞാൻ നിന്നോട് യാചിക്കുകയാണ്, എൻ്റെ ഹൃദയത്തിലേക്ക് നീ ഒന്ന് എഴുന്നള്ളി വരണം, എൻ്റെ ഈ പടകിലേക്ക് നീ എഴുന്നള്ളി വരണം, ഈ പടകിൽ നീ ഒന്ന് വന്നിരിക്കണം. കർത്താവെ നീ വന്നിരുന്നാൽ കർത്താവെ എൻ്റെ പടക് സ്വസ്ഥമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ഈ ജീവിതം സമാധാനമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവെ എങ്ങനെയാണ് സമാധാനമാക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാതെ നിനക്ക് സാധിക്കുമെന്ന് എനിക്കറിയാം. കർത്താവെ ഞാൻ നിന്നോട് യാചിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുറച്ച് സമയം വേർതിരിച്ച്, വേറെ ആരും കൂടെ ഇല്ലാത്ത സമയത്ത്, വേറെ ആരും വേണ്ട, നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് ഉള്ളു തുറന്ന് കർത്താവോട് പറയണം, കർത്താവെ ഞാൻ അഴലുകയാണ്, ഞാൻ വലയുകയാണ്, മുന്നോട്ട് ഗതി കിട്ടുന്നില്ല കർത്താവെ, ഒരു ചുവട് മുമ്പോട്ട് വയ്ക്കാൻ സാധിക്കുന്നില്ല, ഞാൻ കർത്താവെ ഞാൻ വട്ടം കറങ്ങുകയാണ്. നാഥ നീ ഒന്ന് വേഗം എഴുന്നേറ്റ് കർത്താവെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നേറ്റ് നിന്ന് നാഥ ഈ ഹൃദയത്തെ ശാന്തമാക്കി തരണമേ, കടലിലെ ഓളങ്ങളെയും തിരമലകളെയും ശാന്തമാക്കി തരണമേ. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട്. അങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് വലിയൊരു അത്ഭുതം നടക്കും.
ദൈവം അതിന് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നിട്ട് നമ്മുടെ ഉള്ളിൽ സമാധാനം തന്നുകൊണ്ട് കർത്താവ് കാറ്റിനെയും കടലിനെയും കർത്താവ് ശാസിക്കും. നമ്മുടെ ജീവിതത്തിലുള്ളതായ വരുന്നതായ നെടുവീർപ്പുളവാക്കുന്നതായ കാര്യങ്ങൾ, ദുഃഖമുളവാക്കുന്ന കാര്യങ്ങൾ എല്ലാം കർത്താവ് കരമുയർത്തി കർത്താവ് ശാന്തത വരുത്തും. ഉറപ്പാണ്, നിങ്ങൾക്ക് വിശ്വസിക്കാം. ഇങ്ങനെ നിങ്ങളുടെ ഹൃദയം പകർന്ന്, ഉള്ളു പകർന്ന് നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ ഇപ്പോൾ നീ കരുണ ചെയ്ത് എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. നിനക്ക് വരാൻ പറ്റിയ ഹൃദയമല്ല എൻ്റേത്. നീ മഹാപരിശുദ്ധനായ ദൈവം, മഹാപരിശുദ്ധനായ കർത്താവായ യേശുക്രിസ്തു എഴുന്നള്ളി വരാവുന്ന അവസ്ഥയല്ല എൻ്റേത്. എല്ലാ അഴുക്കുമുണ്ട് എൻ്റെ ഹൃദയത്തിൽ, എല്ലാ തിന്മയുമുണ്ട്, വഴക്കും പിണക്കവും എല്ലാം ഉണ്ട്, അഹങ്കാരവും അസൂയയും എല്ലാം ഉണ്ട്, അലസതയും അശുദ്ധിയും എല്ലാം എൻ്റെ ഹൃദയത്തിലുണ്ട്. കർത്താവേ, അത് ഓരോന്ന് ഓർത്താൽ എനിക്ക് പേടിയാകുന്നത്, വന്നുപോയ കാര്യങ്ങളെ ഓർക്കുമ്പോൾ ഞാൻ പയന്നു പോകുന്നു. കർത്താവേ, ഒരു കാര്യം ചെയ്യൂ, നീ എൻ്റെ ഹൃദയത്തെ ശുദ്ധമാക്കാൻ നിനക്ക് കഴിയും. ഇവിടെ മുഴുവൻ കൂരിയിട്ടാണ്. പിശാച് അവകാശം പറയുന്നുണ്ട്, എന്നാൽ പ്രകാശം ഉദിച്ചാൽ കൂരിട്ട് പോകുമല്ലോ. കർത്താവേ, ഈ കൂരിട്ടിന് മാറ്റാൻ എന്നെക്കൊണ്ട് സാധ്യമല്ല. നിത്യപ്രകാശമായ യേശുവേ, നീ എഴുന്നള്ളി വന്ന് എൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൂരിട്ട് മാറും, പ്രകാശം അവിടെ നിറയും. മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായ എല്ലാ പ്രതിസന്ധികൾക്കും കർത്താവ് ഒരു പരിഹാരം തരികയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ട്. യോനായുടെ പുസ്തകം എടുക്കൂ. യോനായുടെ പുസ്തകം, ഈ നഹൂം പ്രവാചകൻ ഈ വാക്ക് പറയുന്നത് അത് 7-ാം നൂറ്റാണ്ടിലാണ്. BC 7-ാം നൂറ്റാണ്ടെന്ന് വെച്ചാൽ കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷം മുമ്പാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്നതിന് 800 വർഷം മുമ്പ് ഒരു സംഭവം ഉണ്ടായി. അത് യോനായുടെ പുസ്തകത്തിൽ കാണാം. യോനായുടെ പുസ്തകം നോക്കൂ. യോനായുടെ പുസ്തകത്തിൽ 4-ാം വാക്യം വായിക്കാം. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു. കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോളുണ്ടായി. കപ്പൽ തകർന്നു പോകാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോളുണ്ടായി. കപ്പൽക്കാർ ഭയപ്പെട്ടു. ഓരോരുത്തൻ താൻ ദേവനോട് നിലവിളിച്ചു. കപ്പലിൽ യാത്രക്കാർ ഓരോരുത്തരും താൻ ദേവനോട് അപേക്ഷിച്ചു. കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്കെല്ലാം സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു, ഭാരം കുറയ്ക്കാൻ, കപ്പൽ മുങ്ങാതിരിക്കാൻ. യോനയോ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. യോന പ്രവാചകൻ യാത്ര ചെയ്യുന്ന കപ്പലാണിത്. പ്രവാചകൻ യാത്ര ചെയ്യുന്ന കപ്പലാണ്. ദൈവത്തിൻ്റെ പ്രവാചകൻ, ദൈവത്തിൻ്റെ വചനം കിട്ടിയ പ്രവാചകൻ യാത്ര ചെയ്യുന്ന കപ്പലാണ്. ദൈവത്തിൻ്റെ വചനം കിട്ടിയെന്നുള്ള അനുഗ്രഹം തന്നെയാണ്, സംശയമില്ല. ദൈവത്തിൻ്റെ വചനം കിട്ടി ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നു, അതും അനുഗ്രഹം തന്നെയാണ്, സംശയമില്ല. കർത്താവിൻ്റെ വേല ചെയ്യുക വലിയ ഭാഗ്യമാണത്. അതൊരു അസുലഭ ഭാഗ്യമാണെന്ന് ഞാൻ പറയും. ദൈവത്തിൻ്റെ വേല ചെയ്യുക, കർത്താവിൻ്റെ വേല ചെയ്യുക, സാധിക്കുന്നിടത്തോളം ദൈവത്തിൻ്റെ വേല ചെയ്യുക ഭാഗ്യമാണ്. യോനപ്രവാചന ഭാഗ്യം കിട്ടി. യോനപ്രവാചന ദൈവത്തിന് അരുളപ്പാടുണ്ടായി. എന്താണ് അരുളപ്പാട്? 1-ാം വാക്യം മുതൽ വായിക്കാം. അമിത്ഥായുടെ മകനായ യോനായ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക. നീ പുറപ്പെടുക. ദൈവം പറയുകയാണ്, പ്രവാചകനോട് പറയും, നീ പുറപ്പെടുക. മാത്രമല്ല, നീ നിനവേ നഗരത്തിലേക്ക് ചെന്ന്, നിനവേ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാഖിൻ്റെ ഒരു ഭാഗമാണ്. നിനവേ നഗരത്തിലേക്ക്, അന്നത്തെ ബാബിലോണിയൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. നിനവേ നഗരത്തിലേക്ക് ചെല്ലുക. അവിടെ ആ നിനവേ നഗരത്തിൽ ചെന്നിട്ട് ആ നഗരത്തിന് വിരോധമായി പ്രസംഗിക്കുക. യോനായ്ക്ക് കേട്ടപ്പോൾ അല്പം പ്രയാസം തോന്നി. അവർ വിരോധമായി പ്രസംഗിക്കുമ്പോൾ അവർക്ക് എന്നോട് ഇഷ്ടക്കുറവ് വരില്ലേ, എന്നോടൊരു നീരസം വരില്ലേ, എന്നെ ഒരു ശത്രുവിനെ പോലെ കണക്കാകില്ലേ എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം. യോന അത് ചിന്തിച്ചു നോക്ക്, ഇവിടെ തെളിവൊന്നുമില്ല. ഏതായാലും യോന പുറപ്പെട്ടു. പക്ഷേ യോന പുറപ്പെട്ടിട്ട് നേരെ തുറമുഖത്തെത്തിയിട്ട് കിഴക്കോട്ട് പോകുന്ന കപ്പലിൽ കയറേണ്ടതിന് പകരം പടിഞ്ഞാറോട്ട് പോകുന്ന കപ്പലിൽ കയറി നേരെ വിരുദ്ധ ദിശയിലേക്ക് പോയി. യോന എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കുകയാണ്. ദൈവം ഫലമേൽപ്പിച്ച ശുശ്രൂഷ ഒഴിവാക്കാൻ നോക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിൻ്റെ പരിപാടിയുണ്ട്. നിങ്ങൾ വിലപ്പെട്ടവരാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ വേല ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വചനം കേൾക്കാനിട വരുന്നത്. നിങ്ങൾ ഈ വചന ശുശ്രൂഷയിലേക്ക് വരാൻ സാധിച്ചത് അതുകൊണ്ടാണ്. ദൈവം നിങ്ങളെ കണ്ടതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടുമാണ്. ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങൾക്ക് തരുന്നത്. വചനം കർത്താവ് ഹൃദയത്തിൽ നിറച്ചു തന്നിരിക്കുകയാണ്. ആ നഗരത്തിന് വിരോധമായി പ്രസംഗിക്കുക എന്നാണ് പറയുന്നത്. നീ ചെന്ന് ആ ദേശത്തിന് വിരോധമായി പ്രസംഗിക്കുക, നിനവയ്ക്ക് എതിരായി പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നീ പറയണം, 40 ദിവസത്തെ അവധി മാത്രമേ ഇനി നിങ്ങൾക്കുള്ളൂ. 40 ദിവസം. അത് കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകും. നിനവേ നഗരം മുടിയും. ദൈവം എന്തുകൊണ്ടാണ് ഈ മുടിയെന്ന് പറയുന്നത്? മുടിയാതിരിക്കാൻ അവർ അനുവദിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ മുടിച്ചു കളയാനല്ല. ദൈവം പറയുന്ന വാക്കുകളിലെല്ലാം ശിക്ഷ വരുമെന്ന് പറഞ്ഞാൽ ശിക്ഷ വരാതിരിക്കാൻ വേണ്ടിയാണ്. ശിക്ഷ വരാതിരിക്കാൻ, അതിനെ മനുഷ്യൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ദൈവം പറയുന്നത്.
നിനവേ നഗരം നശിച്ചു പോകും, ഉന്മൂലനാശം സംഭവിക്കുമെന്നാണ് പറഞ്ഞത്. ഉന്മൂലനാശം സംഭവിക്കും, വേരോടെ മുടിഞ്ഞു പോകുമെന്ന്. ഉന്മൂലനാശം അത് യോനാ പ്രവാചകൻ ഓർത്തു, ഞാനിത് ചെന്ന് പറയുമ്പോൾ ആ ജനം അനുഭവിക്കും. അവരനുഭവിക്കുമ്പോൾ ദൈവം അവരെ ശിക്ഷ മാറ്റിക്കളയും. ഞാൻ മണ്ടനാകും, ഞാൻ പ്രസംഗിച്ച പ്രസംഗം വ്യർത്ഥമായി പോയി, ഞാൻ പറഞ്ഞ വാക്കുകൾക്ക് ഫലമില്ലാതെ പോയി, ആളുകൾ എന്നെ വില കെടുത്തി കളയും. നോക്കൂ, ദൈവത്തിൻ്റെ വചനം കിട്ടിയ പ്രവാചകൻ സ്വയം ഒരു അഹം, ഒരു ഇഗോ, ഒരു സെൽഫ് അവനുണ്ടായിരുന്നു. പ്രവാചകന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദൈവത്തിന് വേല ചെയ്യുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ്. സ്വയം എന്നുള്ള ഒരു മഹാവിപത്ത് നാം മാറ്റിക്കളയാതെ ദൈവത്തിന് വേല ചെയ്താൽ നമുക്ക് ശിക്ഷാവിധി വരും. ഭയപ്പെടേണ്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ സ്വന്തമായ ഒരു അഭിപ്രായം പാടില്ല. ദൈവത്തിൻ്റെ വേലക്കാരെന്ന് പറഞ്ഞാൽ ദൈവത്തിന് വചനം പറയുന്നവർ, അവർ സ്വയം എന്നുള്ളതിനെ നിശേഷം ഹനിച്ചിരിക്കണം, നശിപ്പിച്ചിരിക്കണം. സ്വയം പാടില്ല. സ്വയം എന്ന് പറഞ്ഞാൽ സെൽഫ്, അഹം എന്ന് പറയും. അഹം, ഞാൻ എന്ന ഭാവം, എനിക്ക്, എന്നോട്, എൻ്റെ എന്നിങ്ങനെയുള്ളതായ ആ എന്നെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ അത് വിട്ടുകളഞ്ഞ് നോക്കൂ, അല്ലെങ്കിൽ നമുക്ക് ആത്മാവിൽ നിലനിൽക്കാൻ പറ്റുകയില്ല. പ്രവാചകന് ദൈവത്തിന് വചനം കിട്ടിയ പ്രവാചകനാണ്, പക്ഷേ സ്വയം എന്ന് പറയുന്ന ഒരു പാവം മാറിയിരുന്നില്ല. പ്രകടമായ മദ്യപാനത്തിൽ നിന്ന് പോകുന്ന ആളല്ല, വേണ്ടതിനുള്ള ആളല്ല, ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന ആൾ തന്നെയാണ്. അരുതാത്ത കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അറിയാത്ത ഒരു പാവം ഉള്ളിലുണ്ടായിരുന്നു. അനേകർക്ക് അങ്ങനെയാണ്. അറിയാത്തൊരു പാവം ഉള്ളിൽ, ഞാൻ തന്നെ അറിയുന്നില്ല എൻ്റെ അകത്ത് ഒരു സ്വയം ഉണ്ടായെന്ന്, എൻ്റെ അകത്തൊരു അഹങ്കാരം ഉണ്ടായെന്ന്, എൻ്റെ അകത്ത് ഞാൻ എന്നൊരു ഭാവം ഉണ്ടായെന്ന്, ഒരു സ്വയം പ്രശംസയുണ്ടായെന്ന്, സ്വയം മഹത്വം ഉണ്ടായെന്ന്. ഞാനൊരു നല്ല കാര്യം, ഉപകാരം ഒരാൾക്ക് ചെയ്താൽ ഞാൻ ആഗ്രഹിക്കുന്നു എന്നോടൊരു സ്നേഹമുള്ളവനായി തീരണമെന്ന്. അത് സ്വയമാണ്. ഞാനൊരു നല്ല കാര്യം ചെയ്തു, ഒരുപക്ഷേ ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിക്ക് പഠിക്കാൻ പൈസ കൊടുക്കുകയായിരിക്കും, അല്ലെങ്കിൽ പാവപ്പെട്ട ഒരാൾക്ക് വീട് പണിയാൻ സഹായം ചെയ്യുമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ചെയ്തു തന്നിരിക്കട്ടെ. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു ആ ആൾക്ക് എന്നോടൊരു ബഹുമാനം വേണം, എന്നോടൊരു പ്രതിപത്തി വേണമെന്ന്. അവിടെ എനിക്ക് തോൽവി വന്നു കഴിഞ്ഞു. കാരണം അവിടെ ഞാനാണ് നിൽക്കുന്നത്. എന്നെ പ്രശംസിക്കണം, എന്നെ ബഹുമാനിക്കണം, എന്നോട് നന്ദി വേണം. തെറ്റായ ചിന്താഗതിയാണ്. ഈ ചിന്താഗതി ഉള്ളതുകൊണ്ട് എപ്പോഴും നാം പ്രയോജനമില്ലാത്തവരായി തീർന്നു പോകുന്നു. പല നന്മ പ്രവൃത്തി ചെയ്താലും അതിൻ്റെ പിന്നിലൊരു സ്വയം ഉള്ളതുകൊണ്ട്, ഒരു സ്വയം മഹത്വം ഉള്ളതുകൊണ്ട്, സ്വയം പ്രശംസയുള്ളതുകൊണ്ട് നമുക്ക് കിട്ടേണ്ട അനുഗ്രഹം കിട്ടാതെ പോകുന്നു. യോനാ പ്രവാചകൻ ദൈവത്തിന് വചനം കിട്ടിയ പ്രവാചകനാണെങ്കിലും യോനാ പ്രവാചകന് പറ്റിയ അബദ്ധം, ആ സ്വയം എന്ന് പറയുന്ന ഒരു വിപത്ത് അദ്ദേഹത്തെ നശിപ്പിച്ചു കളഞ്ഞു, അപകടത്തിലാക്കി കഴിഞ്ഞു. നേരെ കിഴക്കോട്ട് പോകാൻ പറഞ്ഞ യോന മെഡിറ്ററേനിയൻ കടലിൽ കൂടി കിഴക്കോട്ട് കപ്പലിൽ യാത്ര ചെയ്ത് വേണം നിനവയുടെ തീരത്തെത്താൻ. എന്നാൽ മെഡിറ്ററേനിയൻ കടലിൽ കൂടി പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുന്ന കപ്പൽ അങ്ങ് തർശീഷ് ഗ്രേറ്റ് ബ്രിട്ടനിലേക്ക് പോകുന്ന കപ്പലിൽ യോന പ്രവാചകൻ കയറി. ഇതൊരു തെറ്റായ ചിന്താഗതിയായിപ്പോയി. ദൈവം പറഞ്ഞ് നേരെ വിരുദ്ധമായ ദിശയിലേക്ക് പോയി. ദൈവത്തിന് വചനം കിട്ടിയ ആളെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. ദൈവത്തിൻ്റെ വചനം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു പദവിയാണ്, വലിയൊരു ഭാഗ്യമാണ്. ദൈവത്തിൻ്റെ പ്രതിനിധിയായി നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്ന പ്രവാചകൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്, ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്, ദൈവത്തിൻ്റെ അംബാസഡറാണ്, ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. ദൈവം പറയുന്ന കാര്യങ്ങളാണ് ഈ പ്രവാചകൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രവാചകൻ ദൈവം പറയുന്ന കാര്യങ്ങൾ അത് എനിക്ക് മോശമാണെന്ന് വരുത്തിക്കൊണ്ട് അവൻ മാറിപ്പോകുമ്പോഴേക്കും അനർത്ഥം വരുന്നു, അപകടം വരുന്നു. യോനാ പ്രവാചകൻ മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കാൻ ഒരു ലജ്ജയുണ്ട്. കാരണം ഈ കുറ്റബോധം ഉണ്ടല്ലോ, ദൈവം പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണല്ലോ ഞാൻ പോകുന്നത്. അതുകൊണ്ട് യോനാ പ്രവാചകൻ കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഇന്ന് അനേകം ദൈവമക്കൾ കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന ദൈവവേദങ്ങൾ, ഉറങ്ങുന്നവർ. ഇളകി മറിയുന്ന കടലാണ്, ആടി ഉലയുന്ന കപ്പലാണ്, അതൊന്നും ഒരു ചിന്താ വിഷയമല്ല. സുഖമായി ഉറങ്ങുന്നു, കപ്പലിൻ്റെ അടിത്തട്ടിൽ ചെന്ന് സാമാനങ്ങളുടെ ഇടയിൽ കിടന്ന് ഉറങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ സ്ഥിതി ഇതാണ്. സഭകളുണ്ട്, സമുദായങ്ങളുണ്ട്, കൺവെൻഷനുകളുണ്ട്, ബൈബിൾ ക്ലാസ്സുകളുണ്ട്, എന്തെല്ലാം ആത്മീയ പ്രവർത്തനങ്ങളുണ്ട്, എല്ലാം നല്ലത് അനേകം പള്ളികളുണ്ട്, കൊള്ളാം. പക്ഷേ ഇന്ന് സഭകളെല്ലാം ഉറങ്ങുകയാണ്, സമുദായങ്ങൾ ഉറങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ആരെയും കുറ്റം പറയുകയല്ല, ആരെയും കുറിച്ചല്ല, ഏതെങ്കിലും ഒന്നിനെക്കുറിച്ചല്ല, പൊതുവെ പറഞ്ഞാൽ സഭകളെല്ലാം ഇന്ന് ഉറങ്ങുകയാണ്. ഈ കടൽ ഇളകുന്നത് അവർ കാണുന്നില്ല, ആളുകൾ വലയുന്നത് അവർ അറിയുന്നില്ല. അനേകം ആളുകൾ ഇന്ന് ജീവിതയാതനയിൽപ്പെട്ട് ഉഴലുന്നത് സഭാ നേതാക്കന്മാർ അറിയുന്നില്ല. അനേകർ ഇന്ന് ജീവിതത്തിൽ എങ്ങനെ ഓരോ ദിവസം കഴിച്ചു കൂട്ടേണ്ടെന്നറിയാതെ വിഷമിക്കുന്നത് അവരറിയുന്നില്ല. സഭയെ ദൈവം നിയോഗിച്ചപ്പോൾ അന്ന് പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകുക എന്നാണ്. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം. ആദ്യം യെരൂശലേമിലും
പിന്നെ യഹൂദ്യർ എല്ലായിടത്തും, പിന്നെ ശമരിയിലും, പിന്നെ ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകണമെന്ന് അങ്ങനെ പറഞ്ഞ് ആ ചുമതലയേറ്റതായ സഭ ഇന്ന് ലോകമെങ്ങും സാക്ഷികളായിരിക്കുകയല്ല ചെയ്യുന്നത്, ദുർസാക്ഷ്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദുർസാക്ഷ്യം. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ഭയത്തോടെയാണ് പറയുന്നത്. ഇന്ന് സഭകളും സമുദായങ്ങളും അല്ല, സുവിശേഷകർ പോലും ഇന്ന് ഉറങ്ങുകയാണ്. സുവിശേഷകർ പോലും, സൺഡേ സ്കൂൾ അധ്യാപകരുണ്ട്, ഉറങ്ങുകയാണ്. ചില ആത്മീയമായിട്ട് മയക്കത്തിലാണ്. അവർ സുഖമായിട്ട് അവർക്ക് ഉറക്കം മതി. ഈ കടലിളകുന്നവർക്ക് ചിന്താവിഷയമല്ല. യുവാക്കന്മാർ വഴിതെറ്റി പോകുന്നവർക്ക് ചിന്താവിഷയമല്ല. യുവാക്കന്മാർ കഞ്ചാവിൻ്റെ പിന്നാലെയും മദ്യത്തിൻ്റെ പിന്നാലെയും മയക്കുമരുന്നിൻ്റെ പിന്നാലെയും പോകുന്നവർക്ക് ചിന്താവിഷയമല്ല. ഈ അനേക യുവാക്കന്മാർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബങ്ങൾ മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മക്കൾ മാതാപിതാക്കൾക്കെതിരായി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മക്കൾ വേണ്ടാത്ത ജീവിതഗതിയിൽ കൂടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അരുതാത്ത ബന്ധങ്ങളിലേക്ക് പോയി അവരുടെ ജീവിതം അഴുക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രേമപ്രകടനങ്ങളും കാമോദ്ദീപകങ്ങളായ പുസ്തകങ്ങളും അതിനുള്ള പടങ്ങളും കണ്ട് അവർ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും കാണാൻ ആർക്കും നേരമില്ല, ആരും ചിന്തിക്കുന്നുമില്ല, സുവിശേഷന്മാരും ചിന്തിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. കൺവെൻഷൻ പന്തലുകളിൽ എന്താണ് നടക്കുന്നത്? കൺവെൻഷൻ പന്തലുകളിൽ ഇന്ന് വാസ്തവത്തിൽ ആത്മീയമില്ല. പാട്ടുകളുണ്ട്, പ്രസംഗമുണ്ട്, നല്ല വാദോരാത്ത പ്രസംഗങ്ങളുണ്ട്, നല്ല പണ്ഡിതമായ നല്ല പ്രബന്ധങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ വാസ്തവത്തിൽ ഇന്ന് സുവിശേഷന്മാർ ഉറങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. യോനാ പ്രവാചകൻ കിടന്നുറങ്ങി. ദൈവത്തിൻ്റെ വചനം കിട്ടിയ പ്രവാചകൻ ഉറങ്ങി. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് നിങ്ങളൊരു വാക്ക് പറയണം. കർത്താവേ, ഇനി ഞാൻ ഉറങ്ങുകയില്ല, അലസനായിരിക്കുകയില്ല. എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കാതെ എൻ്റെ മക്കളോട് പ്രാർത്ഥിക്കാൻ പറയുന്നതിൽ അർത്ഥമില്ല. കർത്താവേ, ഞാൻ വിശുദ്ധജീവിതം നയിക്കാതെ എൻ്റെ മക്കൾ വിശുദ്ധജീവിതം നയിക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എനിക്ക് തെറ്റുകൾ പറ്റിപ്പോയി കർത്താവേ. ഒരു നല്ല മാതൃക കാണിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. മക്കൾക്ക് നല്ല മാതൃക ഞാൻ കാണിച്ചു കൊടുത്തില്ല. എൻ്റെ കർത്താവേ, ഞാൻ കഷ്ടപ്പെടാതെ ഈ മക്കളോട് കഷ്ടപ്പെടാൻ പറയാൻ സാധിക്കുന്നില്ല. എൻ്റെ കർത്താവേ, മക്കൾ അലസരായി തീരുന്നു. അവർ പഠിക്കുന്നില്ല. അഥവാ പഠിക്കുന്നുണ്ടെങ്കിലും അവർ വേണ്ടാത്ത ചില ബന്ധങ്ങളിലേക്ക് പോകുന്നു. ഗേൾ ഫ്രണ്ടെന്നോ ബോയ് ഫ്രണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ ജീവിതം താറുമാറാക്കി കളയുന്നു. കർത്താവേ, ഞാനിതാ എൻ്റെ ജീവിതം നിൻ്റെ രൂപഭാവിക്കുന്നു. ഈ കലങ്ങി മറിഞ്ഞ ജീവിതം, ഇളകി മറിയുന്ന കടൽ പോലുള്ള ജീവിതം ഇതാ ഞാൻ തിരുമുമ്പാകെ ഞാൻ വയ്ക്കുന്നു. എൻ്റെ കർത്താവേ, ഞാൻ ഇത്രയും നാൾ ഉറങ്ങിപ്പോയി. കർത്താവേ, ഞാൻ ഉണരുന്നു. കർത്താവേ, എന്നെ നീ ഉണർത്തണമേ. എൻ്റെ ദൈവമേ, നിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തേക്ക് ഊതി എൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് പ്രവേശിച്ച് അങ്ങനെ എനിക്കൊരു ആത്മീയമായ ഒരു ഉണർവ് തരണമേ, ഒരു ഉത്തേജനം തരണമേ. കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്കെല്ലാം വീടുകളുണ്ടല്ലോ, കുടുംബങ്ങളുണ്ടല്ലോ. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, കുടുംബം അലങ്കോലപ്പെട്ടു പോകാൻ സമ്മതിക്കരുത്. കുടുംബത്തിൽ കലഹം ഉണ്ടാകരുത്, പരസ്പര വിദ്വേഷം ഉണ്ടാകരുത്. ഭാര്യയും ഭർത്താവും ഒരു മനസ്സായിരിക്കണം. മക്കളും മാതാപിതാക്കളെല്ലാം ഒറ്റ ഹൃദയമായിരിക്കണം. അങ്ങനെ ഒരു ഹൃദയമായി ഒരു അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് നയിക്കാൻ സാധിക്കണം. അങ്ങനെ വരുമ്പോൾ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ആ അനുഗ്രഹം തലമുറകളിലേക്ക് പകരും. അടുത്ത തലമുറകളിലേക്ക് അത് പകർന്നുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. നാഥാ, ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും തീരുമാനത്തെ അവിടെ നിന്ന് മുദ്ര കുത്തണമേ. കർത്താവേ, സ്വർഗീയ മുദ്ര കൊണ്ട് എല്ലാവരെയും അലങ്കരിക്കണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. അവിടുത്തെ രണ്ടാമത്തവരിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൺ സൂര്യയിൽ.